മാമന്നൻ എന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം വടിവേലുവും ഫഹദ് ഫാസിലും മത്സരിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് മാരീസൻ. വി കൃഷ്ണമൂർത്തി തിരക്കഥയും സുധീഷ് ശങ്കർ സംവിധാനവും ചെയ്യുന്ന മാരീസൻ തുടക്കത്തിൽ ഒരു കോമഡി ത്രില്ലറിന്റെ പ്രതീതി ജനിപ്പിക്കുന്നു. ഫഹദിന്റെ ദയ എന്ന കഥാപാത്രവും വടിവേലുവിന്റെ വേലായുധ പിള്ള എന്ന കഥാപാത്രവും ചേർന്ന് ബൈക്ക് യാത്രയിലൂടെ കഥ പുരോഗമിക്കുമ്പോൾ ഒരു റോഡ് മൂവിയുടെ ഛായയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഇടവേള കഴിയുന്നതോടുകൂടി മാരീസൻ ഒരു പ്രതികാര കുറ്റാന്വേഷണ ത്രില്ലറായി മാറുന്നു. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ഒരു കള്ളനാണ് ഫഹദിന്റെ ദയ എന്ന കഥാപാത്രം. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ദയ പുറത്തിറങ്ങിയിട്ടും അയാൾ തന്റെ കള്ളത്തരങ്ങൾ കൈവെടിയുന്നില്ല. ചില വീടുകൾ ദയ എന്ന ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ മാടി വിളിക്കും മോഷണത്തിനായി. അങ്ങനെ മാടി വിളിക്കുന്ന വീടുകളിൽ മാത്രമേ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളൂ. അതാണ് ദയയുടെ ഫിലോസഫി. അങ്ങനെ മാടി വിളിക്കുന്ന ഒരു വീട്ടിൽ ഒരു ദിവസം ഫഹദ് ഫാസിൽ മോഷ്ടിക്കാൻ കയറുന്നു. ആ വീട്ടിൽ അൽഷിമേഴ്സ് രോഗിയായ ഒരാളെ അയാളുടെ മകൻ ചങ്ങലക്കിട്ടിരിക്കുന്നു. അയാളാണ് വടിവേലു അവതരിപ്പിക്കുന്ന വേലായുധ പിള്ള. ആ തടവിൽ നിന്നും തന്നെ രക്ഷിക്കുകയാണെങ്കിൽ അക്കൗണ്ടിലുള്ള പണം നൽകാമെന്ന് വടിവേലു ഉറപ്പു കൊടുക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്നും രണ്ടുപേരും രക്ഷപ്പെടുന്നു. വടിവേലു ഫഹദിന് പൈസ കൊടുക്കുവാൻ ATM നിന്നും പണം പിൻവലിക്കുമ്പോൾ ബാലൻസ് തുകയായ 25 ലക്ഷം കണ്ട് ഫഹദിന്റെ കണ്ണു മഞ്ഞളിക്കുന്നു. ആ ബാക്കി പണം തട്ടിയെടുക്കുവാൻ ഫഹദ് ശ്രമം ആരംഭിക്കുന്നു. പക്ഷെ വടിവേലുവിന് തന്റെ ATM പിൻ നമ്പർ മറന്നുപോകുന്നു. തമിഴ്നാട്ടിലെ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും നടക്കുന്ന RX 100 ബൈക്ക് യാത്രയിലൂടെ അങ്ങനെ സിനിമ ആദ്യ പകുതി വേലായുധ പിള്ളയുടെ പണം കൈക്കലാക്കുകയാണ് ഫഹദിന്റെ ലക്ഷ്യമെങ്കിലും അയാൾ പോലും അറിയാതെ അവർ തമ്മിൽ ഒരു ആത്മബന്ധം രൂപപ്പെടുന്നു. ഹാസ്യവേഷങ്ങളിൽ നിന്നും ഗൗരവമുള്ള സ്വഭാവവേഷങ്ങളിലേക്ക് ചുവട് മാറ്റിയ വടിവേലുവിന്റെ മികവാർന്ന പ്രകടനവും ഫഹദ് ഫാസിലിന്റെ അനായാസമായ വേഷപ്പകർച്ചയും പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് സ്നേഹം തോന്നുന്ന ഏതോ ഒരു അടുപ്പം കള്ളനായ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്റർവെൽ കഴിഞ്ഞതും മാരീസിന്റെ ട്രാക്ക് മാറിമറിയുന്നു. അതുവരെ പതിഞ്ഞ താളത്തിൽ പോയിരുന്ന പടം ഞൊടിയിടയിൽ ഭാവം മാറി ക്രൈം ത്രില്ലറാകുന്നു. അവർ രണ്ടുപേരും സഞ്ചരിക്കുന്ന വഴികളിൽ തുടർച്ചയായി കൊലപാതകങ്ങൾ നടക്കുന്നു. ആരായിരിക്കും ആ കൊലപാതകത്തിന് പിന്നിൽ? അതാണ് മാരീസിന്റെ പിന്നീടുള്ള കഥ. യുവൻ ശങ്കർ രാജയുടെ പാട്ടുകൾ അത്ര കണ്ട് പോരാ എന്നാണ് GPS മീഡിയയുടെ പക്ഷം. പക്ഷേ പശ്ചാത്തല സംഗീതത്തിൽ അദ്ദേഹം തന്റെ സിഗ്നേച്ചർ പതിപ്പിക്കുക തന്നെ ചെയ്യും. മാരീസൻ എന്ന ഈ സിനിമയെക്കുറിച്ച് നമുക്ക് കുറ്റവും കുറവുകളും ഒരുപാട് പറയാനുണ്ടാവും. പക്ഷേ തമിഴിലെ മസാല ട്രാക്കുകൾക്കിടയിൽ നിന്ന് ഒരു നല്ല പടത്തിലേക്കുള്ള അവരുടെ ചുമടുമാറ്റം നമ്മൾ അംഗീകരിക്കുക തന്നെ.